അതിലും പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് വന്നിരിക്കുന്നത്. കണ്ണൂരിൽ നിന്ന് കൈക്കൂലി വാങ്ങുന്നതിനിടെ KCB ഉദ്യോഗസ്ഥ വിജിലൻസിന്റെ പിടിയിലായിരിക്കുന്നു. പാനൂർ സ്വദേശി മഞ്ജിമ രാജുവാണ് പിടിയിലായിരിക്കുന്നത്. കൈക്കൂലി വാങ്ങുന്നതിനിടെ KCB ഉദ്യോഗസ്ഥയാണ് വിജിലൻസിന്റെ പിടിയിലായത്. തിരുവനന്തപുരം ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിലെ സൂപ്രണ്ടായിരുന്നു മഞ്ജിമ. ഇനിയുള്ള നടപടികൾ നമുക്ക് കണ്ടറിയാം സ്ഥാനം ഉണ്ടാവുമോ എന്നുള്ളത്. പറശ്ശിനിക്കടവ് സ്വദേശിയിൽ നിന്ന് ലൈസൻസിനായി 6000 രൂപ വാങ്ങുന്നതിനിടെ തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിൽ വെച്ചാണ് പിടിയിലായത്. 6000 രൂപ കൈക്കൂലി വാങ്ങുന്നതിനിടെ പിടിയിലാവുകയായിരുന്നു. എനിക്ക് തോന്നുന്നു ആ പരാതിക്കാരൻ അല്ലെങ്കിൽ ഈ പറശ്ശിനിക്കടവ് സ്വദേശിയിൽ നിന്നാണ് ലൈസൻസിനായി 6000 രൂപ വാങ്ങാനായി ശ്രമിച്ചത്. ആ പറശ്ശിനിക്കടവ് സ്വദേശി നൽകിയ പണിയാണെന്ന് തോന്നുന്നു. വിജിലൻസിനെ പെട്ടെന്ന് അറിയിച്ചു. വിജിലൻസ് ആ ഭാഗത്തുണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ കണ്ണൂർ വിജിലൻസ് DYSP ബാബു പെരിങ്ങേത്തിൻ്റെ നേതൃത്വത്തിലാണ് കൈക്കൂലി പിടികൂടിയത്. കണ്ണൂരാണ് ആ സംഭവം. കൈക്കൂലി വാങ്ങുന്നതിനിടെ ഒരു KCB ഉദ്യോഗസ്ഥ വിജിലൻസിൻ്റെ പിടിയിലായിരിക്കുന്നു. പാനൂർ സ്വദേശി മഞ്ജിമ രാജുവാണ് പിടിയിലായത്. തിരുവനന്തപുരം ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിലെ സൂപ്രണ്ടായ മഞ്ജിമ പറശ്ശിനിക്കടവ് സ്വദേശിയിൽ നിന്ന് ഈ ഒരു ലൈസൻസിനായി 6000 രൂപ വാങ്ങുന്നതിനിടെയാണ് തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് പിടിയിലാകുന്നത്. ഈ പരാതിക്കാരൻ പണി കൊടുത്തത് തന്നെ എന്ന് മനസ്സിലാക്കുന്നു. നേരത്തെ കൈക്കൂലി ആവശ്യപ്പെട്ടപ്പോൾ ആരും അറിയാതെ രഹസ്യമായി വിജിലൻസിനെ അറിയിച്ചു കാണണം. വിജിലൻസ് ഇത്തരത്തിൽ കൊടുത്തോളൂ, ബാക്കി ഞങ്ങൾ നോക്കിക്കോളാം എന്ന് പറഞ്ഞു കാണണം. അങ്ങനെ തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തി കൊണ്ടുതരാനായിരിക്കണം ഈ വിജിലൻസ് ചിലപ്പോൾ പരാതിക്കാരനോട് പറഞ്ഞത്. അങ്ങനെ പരാതിക്കാരൻ അങ്ങനെ ആവശ്യപ്പെട്ട് കാണും. റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് പൂർണ്ണ സജ്ജരായി പല ഭാഗങ്ങളിൽ വിജിലൻസ് അങ്ങനെ ഒരുങ്ങി നിന്ന് കാണും. ആ സമയം മഞ്ജിമ, തിരുവനന്തപുരം ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിലെ സൂപ്രണ്ടായ മഞ്ജിമ ഈ ലൈസൻസിനായി പറഞ്ഞു നിൽക്കുന്ന 6000 രൂപ വാങ്ങാനായി എത്തിയതായിരിക്കണം. ആ സമയത്ത് കയ്യോടെ പിടികൂടി കണ്ണൂർ വിജിലൻസ് DYSP ബാബു പെരിങ്ങേത്തിൻ്റെ നേതൃത്വത്തിലുള്ള വിജിലൻസ് സംഘം. മലപ്പുറം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലുണ്ടായത് തീവ്രത കുറഞ്ഞ പ്രകമ്പനമെന്ന്